വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും വരുന്നില്ല. വാലിഡ് ആയിട്ടുള്ള റീസൺ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. കാരണം രാവിലെ തന്നെ ട്യൂഷൻ ഉണ്ട്. ട്യൂഷന് 6:30 ഇവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിൽ എത്തുമ്പോൾ 5:30-6 മണിയാവും. അത് കഴിഞ്ഞ് അന്ന് പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ നോക്കി തീരുമ്പോൾ 9:30-10 മണി 10:30 ആകും. ചിലപ്പോൾ 10:30 കഴിയുന്ന ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കിയില്ല, വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നാളെ ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. യെസ്, ഇൻഡിപെൻഡൻസ് ഡേ. കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ അത് ആക്റ്റീവ് ആയില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലോട്ട് വരിക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും. നമ്മുടെ പോസ്റ്ററാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ നമ്മളൊരു ചെറിയ ഗിഫ്റ്റ്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമോ, ആ പോസ്റ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നേരെ വീഡിയോയിലോട്ട് തിരിച്ചു വന്നല്ലോ. ശരി, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്ത്യ 79ന്റെ നിറവിൽ നിൽക്കുകയാണ് അല്ലേ. ഈ 79ാമത് ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് ചെറിയ എൻ്റെ ഒരു ആശയം ഞാൻ പറയാം. കേരളത്തിൽ ഇപ്പോൾ വളരെയധികം കൃഷി താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കടം വാങ്ങേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഇന്ത്യയിൽ എടുക്കുമ്പോൾ കർഷകരുടെ എണ്ണം കുറയുന്നു, കൃഷിയുടെ എണ്ണം കുറയുന്നു. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തിനോട് ചെയ്യേണ്ട ഒരു കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടി രാജ്യത്തിനെ സമ്പൽ സമൃദ്ധിയോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ ഇന്ത്യൻ പൗരനും തന്നാലാകുന്ന ഒരു ഗ്രോ ബാഗിലോ ഒരു ചട്ടിയിലോ എന്തിലായാലും ഒരു തൈയെങ്കിലും, അത് ഭക്ഷ്യവസ്തു ആയിരിക്കണം, ഒരു തൈയെങ്കിലും നടണം. ഓക്കെ, അത് എന്തോ ആകട്ടെ, ചീരയോ ചേനയോ എന്തായാലും ഒരെണ്ണമെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നാളേക്കായി അത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ മെസ്സേജാണ് ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് എനിക്ക് തരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നിങ്ങളുടെ സുഹൃത്തുക്കളോടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുക. താങ്ക് യു.